കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും കായാമ്പൂ കണ്ണിൽ വിടരും. ഓസർ വെള്ളം പോലെ ഉണ്ടല്ലോ, തിന്നാണ്ടല്ലേ? പൊറോട്ട, ഇടിയപ്പം, നൂൽപുട്ട്, കടലക്കറി. ഓ വേണ്ട വേണ്ട, വെച്ചോ. നീ ഇന്ന് പണിക്ക് പോയിട്ടില്ലേ ആശി? ഇല്ലപ്പാ, ഡിജിറ്റൽ അളവിന് ആള് വരുന്ന കുറേ ദിവസമായി പറയുന്നു. ഇന്നും കാത്തു നിന്ന് ഐറ്റങ്ങൾ വന്നിട്ടില്ല. ആൾക്കാർ കേട്ടാ വിചാരിക്കും വലിയ ജമ്മിയാന്ന്. ഇന്ന് കല്യാണം മുടക്കാന്ന് പോയിട്ടേ. കല്യാണം മുടക്കിയേ. 2 പഴംപൊരി. കച്ചേരിയൊന്നുമില്ല മാഷേ. പാട്ടിൽ പ്രപഞ്ചം പതുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് പ്രപഞ്ചത്തെ അറിയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതിൻ്റെ വശപ്പെടുന്ന രൂപത്തെ മനസ്സിലാക്കണം. പലവിധമായി ഉന്നൈ പാടവും മാടവും, പലവിധമായി ഉന്നൈ പാടവും മാടവും, പാടിക്കൊണ്ടാടും അൻപർ പദമലർ സൂടവും ഉലകം മുഴുതും നേന. എത്രയോ കൊല്ലായി, ദിവസം വരും. മക്കളെല്ലാം വലുതായി അവരവരെ വഴിക്ക് പോയി. എന്നാലും ഇപ്പോഴും 2 പഴംപൊരിയും വാങ്ങിയിട്ടേ പോകൂ. വേറെ ഒന്നും മിണ്ടൂല. എന്തോ നിരാശയുണ്ടെന്ന് തോന്നുന്നു. അങ്കിളെ, ഇവിടെ ഗൂഗിൾ പേ ഉണ്ടോ? ഈടെ ഇന്ത്യക്കാര് വന്നിട്ട് എപ്പം ചോദിക്കും വേൾഡ് ഉണ്ടോന്ന്. ഇല്ല മോളെ, ഇവിടെ നാടൻ പഴംപൊരിയും ഉന്നക്കായല്ലേ ഉള്ളൂ. അതല്ല അങ്കിളെ, ഡിജിറ്റൽ പേയ്മെന്റ് ഗൂഗിൾ പേ. കുട്ടി, ഇത് സ്ഥാപിതം 1945 ആണ്. എടാ എന്തെന്നാണടാ കഷ്ടം. കതിരൂർ പെൺകുട്ടികളെ ശല്യം ചെയ്ത യുവാക്കളെ CI അശോകന്റെ നേതൃത്വത്തിൽ വന്ന പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. മട്ടന്നൂർ തൻ്റെ കല്യാണം നടക്കാത്തതിൻ്റെ മനോവിഷമത്തിൽ സ്ഥിരമായി മറ്റുള്ള കല്യാണങ്ങൾ മുടക്കുന്ന ഒരു സാമൂഹ്യദ്രോഹിയെ നാട്ടുകാർ മർദ്ദിച്ചവശനാക്കി. ആഹാ, എന്തൊക്കെ നല്ല ആചാരങ്ങൾ! ഇതെല്ലാം ഈടെയും വേണം അല്ലേ സൈഷേട്ടാ? നമുക്ക് കൊണ്ടുവരാം, അവശനാക്കി തരാം. സൈസേട്ടൻ്റെ മോൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഇപ്പം എന്താ ചെയ്യുന്നത്? ഓന് ബാംഗ്ലൂരിൽ കമ്പ്യൂട്ടറിന്റെ പണിയല്ലേ. നാട്ടിലും വീട്ടിലും നിൽക്കാൻ പറ്റുന്നില്ലടാ. ഇന്ന് രാവിലെയും അച്ഛൻ്റെ വക ഒരുമാതിരി ഉപദേശവും ചീത്തയും. നീ മറ്റവനെ നോക്ക്, മറിച്ചവനെ നോക്ക്. മതിയായടാ, ഈ നാട് വിട്ട് ഏടെങ്കിലും പോയാലോ എന്നാ വിചാരിക്കുന്നത്. നീ ബിടെക്കിന് കിട്ടാനുള്ള ബാക്കി പേപ്പർ എഴുതിയെടുക്കടാ. എന്നിട്ട് ബാംഗ്ലൂരേക്കോ ചെന്നൈക്കോ എവിടെയാന്ന് വെച്ചാൽ പോയിക്കോ. ഈ നാട്ടിൽ വീട് പണിയും കച്ചവടവും മാത്രമേ നടക്കൂ. 12 പേപ്പറാ? അതൊന്നും ഇനി നടക്കൂലടാ. എടാ, നീ തമിഴ്നാട്ടുകാരൻ സുന്ദർ പിച്ചായി എന്ന് കേട്ടിട്ടുണ്ടോ? ഗൂഗിളിൻ്റെ CEO ആണ്. മൂപ്പർ 15 പേപ്പർ തോറ്റിട്ട് പിച്ച എടുക്കേണ്ട ഘട്ടം വന്നെടുക്കുന്നതാണ് കയറിപ്പോയത്. നീ നാളെ ഒരു സുമേഷ് പിച്ചായി ആവൂലെന്ന് ആര് കണ്ടു?
എന്നാലും നാട്ടിൽ വൈകുന്നേരം ചേറിട്ട് വെള്ളടിച്ച് കുഴിമന്തിയും തിന്ന് നടക്കുന്നതിൻ്റെ സുഖെല്ലാം കളയണ്ടേ? എന്നാ പിന്നെ നീ ബംഗാളികളുടെ കൂടെ കൂലിപ്പണിക്ക് പോയിക്കോ. ഛേ, അതൊന്നും ശരിയാവൂലേ. അത് പോട്ട്, നീ എന്താ പരിപാടി? എടാ, എൻ്റെ പേര് PSC റാങ്ക് ലിസ്റ്റിലുണ്ടല്ലോ. കിട്ടുന്നവരേക്കും ഇവിടെ ഇങ്ങനെ നാട്ടുകാരെയും വീട്ടുകാരെയും കൊണ്ട് പറയിപ്പിച്ച് നടക്കലെന്നെ. ആ, അത് കിട്ടുമ്പോഴേക്ക് നിനക്ക് 50 വയസ്സാവും. എടാ സുമേഷേ, നിന്റെ കൂടെ പഠിച്ച ബിന്ദു അല്ലേ അത്? നിന്റെ മുഖത്തെ ഒരു ഭാവ വ്യത്യാസം കണ്ടപ്പോഴേ എനിക്കൊരു സംശയം തോന്നി. ഇവൻ ആരാടാ? ഈടൊന്നും കാണാറില്ലല്ലോ. നീ വാ. ഇവനേതാ? ഈടെന്താ പരിപാടി? ഇതേതാ സ്ഥലം എന്നറിയാം എനിക്ക്? ഏത് സ്ഥലമായാലും എന്താ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കുറെ ആയില്ലേ? ഇവൻ മോടയാന്നല്ലോ ദീപേശേ. ഇതൊന്നും ഈടെ നടക്കൂലേ? ചോദിക്കാനും പറയാനും ഈടെ നമ്മൾ നാട്ടുകാരുണ്ട്. ആ, നീ വേഗം വിട്ടോ. ഇല്ലെങ്കിൽ ദീപേശേ, ഇവൻ വാങ്ങിയിട്ടേ പോകൂ. എന്നാ വാടാ. വേണ്ട, ഇങ്ങ് വന്നേ. എന്റെ ഭാര്യനെയും കൂട്ടി ബസ്സിന് കാത്തു വെക്കുന്നതിന് നിന്റെ ഒക്കെ സമ്മതം വേണം. പോടാ. ഷോട്ട് ശരിക്കും കിട്ടിയില്ല. ഒന്നും കൂടി കൊടുക്കാൻ പറ്റുമോ? സാരില്ല, തൽക്കാലം ഇത് മതി. ആ നാരായണ മാഷ പറയിപ്പിക്ക ഇങ്ങനെ ഒരു ജമ്മ. പോടാ, എനിക്ക് വെച്ചിട്ടുണ്ട്. ഓൾക്ക് കല്യാണത്തിന് നമ്മളെയും കൂടി വിളിക്കേനും അല്ലേ? എന്തിന്? ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കേനും. എന്നാലും ഓളെ മുമ്പിന്ന് നിന്നെ അടിച്ചത് ശരിയായില്ല. ചെക്കൻ ജിമ്മാണെന്ന് തോന്നുന്നു. ഒലക്ക, ഞാൻ ട്രൗസർ ഇടാണ്ട് വന്ന അവന്റെ ഭാഗ്യം. ഞാനും. രാമ 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 പായ്മ രാമപാദം ചെയ്യണേ മുകുന്ദ രാമ പായ്മ. അമ്മേ, പാഠം 13. വൈകി വന്ന വെളിച്ചം. കൂടുതൽ ആൾ സഞ്ചാരമില്ലാത്ത ഒരു വഴി. ആരെയോ കാത്ത് സതീഷ് നിൽക്കുകയാണ്. അവന്റെ ശ്രദ്ധ നാലുപാടം തിരിയുന്നു. പരിഭ്രാന്തി നിറഞ്ഞ നോട്ടം. അമ്മേ, പരിഭ്രാന്തി എന്താ? കേറി വരുന്നുണ്ട് രണ്ട് മജിസ്ട്രേറ്റ്. പണിക്ക് പോയിട്ട് വീട്ടിൽ 4:45 കൊണ്ടേരുന്നില്ല. എന്നാ സന്ധ്യക്കുമ്പോ വീടടങ്ങോ? അതുമില്ല. പറയിപ്പിക്കാനായിട്ട് ഓരോ ജന്മങ്ങൾ. നിനക്ക് നേരത്തും കാലത്തും വീട്ടിൽ കയറി വന്നൂടെ മോനെ? ഇവന്റെ കൂടെ പഠിച്ച അങ്ങട്ടുള്ള നാരായണന്റെ മോൻ സൗദിയില. മാസാവസാനം 50,000 ഉറുപ്പ്യ അയച്ചു കൊടുക്കും. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്കെങ്ങനെ ഒരു യോഗം ഉണ്ടോ
എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ. എന്റെ മോനും നന്നാവും. നന്നായ ഊന് നല്ല. ഇല്ല കല്യാണി എടുത്തി, ഓൾ ഈടിയാ ഉള്ളത്. ഇപ്പോ 2-3 ദിവസം കഴിഞ്ഞിട്ടേ പോവൂ. അല്ല, നിങ്ങളെ മോൻ്റെ ഓൾ ഇല്ലാടാ? ഓ അതെ അല്ലേ. ഇന്ന് മീനൊന്നും വാങ്ങിയിട്ടിപ്പാ. സുമേശൻ കാണാം ഇന്നലെ പാരാത്തേക്ക് ചീഞ്ഞ് കുടൽ പൊട്ടിയ മത്തിയും വാങ്ങിയിട്ട് വരുന്നു. എന്നിട്ട് എന്നോട് പറയാം പൊരിക്കണം. ഞാൻ അതങ്ങനെ തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച്. നേരം കുറേ ആയി കല്യാണം എടുത്തി. എന്ന് ഞാൻ പിന്നെ വിളിക്കേ. അമ്മേ അമ്മേ, എന്നാണേ ഇത് കണ്ടാ നിങ്ങള്? വായിച്ചു നോക്കി. സദാചാര പോലീസ് ചമഞ്ഞ യുവാവിന് മർദ്ദനം. ഉയ്, ഇത് നമ്മളെ സുമേഷല്ലേ? അതെ അമ്മേ, എല്ലാ ഗ്രൂപ്പിലും ഉണ്ട്. നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ടുണ്ടാകും. സുമേഷേ, എടാ സുമേഷേ. നീ ഇപ്പം കരഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്ത് പറയുമ്പോഴും നീയാണ് അവനെ സപ്പോർട്ട് ചെയ്ത് വഷളാക്കിയത്. ചെറുപ്പത്തിൽ ഓൻ്റെ കുഞ്ഞി കൈകളിൽ പിടിച്ച് നടക്കുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരിക്കൽ എനിക്ക് വയസ്സാവുമ്പോൾ എന്നെ താങ്ങിപ്പിടിക്കാൻ എനിക്കൊരു മോനുണ്ടാവുമല്ലോ എന്ന്. അതൊരു അഹങ്കാരമായിരുന്നു. കുട്ടികളില്ലാത്ത രമേശൻ നായർ എപ്പോഴും പറയും, അനക്കും ലീലക്കും വയസ്സായ ആശുപത്രിയിലൊന്ന് കൂടെ വരാൻ പോലും ആരും ഇല്ലാലോ എന്ന്. പക്ഷെ ഈടെ ഉണ്ടായിട്ടെന്താ കാര്യം? സുമേഷേ, സുമേഷേ. ഓനാത്തുണ്ട് മോനെ. ഈടെ ഏടിയും പോകാറില്ല. ഞാൻ എപ്പോഴും പറയും ഓനോട് ഒന്ന് പുറത്തേക്കെല്ലാം പോയിട്ട് വന്നു. എന്താ സുമേഷേ, എത്ര കാലായി ഇതിനെ പുറത്തേക്കെല്ലാം കണ്ടിട്ട്. എന്തൊരു കോലാണടാ ഇത്. എടാ, അച്ഛൻ എന്നെ വല്ലാണ്ട് ചീത്ത പറയുന്നു. അച്ഛൻ്റെ സങ്കല്പത്തിൽ മോനാകാൻ എനിക്ക് പറ്റുന്നില്ലടാ. പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ല ഞാൻ വെറും തോൽവിയാന്നടാ. ഞാൻ എന്താ വേണ്ടത്? കുറേ സമയവും കാലവും പോയി. ഇപ്പം അച്ഛന് വയസ്സായി. ഇനി എൻ്റെ അച്ഛനെ എനിക്ക് പൊന്നുപോലെ നോക്കണം. അച്ഛൻ മരിച്ചുവെന്ന് ഏട്ടൻ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല ദീപേഷേട്ടാ. ഡോക്ടർ പറഞ്ഞത് ഒരു ഷോക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ്. 1 വർഷമൊക്കെ എടുക്കുമത്രേ സാധാരണ പോലെ ആവാൻ. എവിടെ പോയാലും ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തും. ഏടിയാന്ന്, എപ്പം വരും, എന്താ ചെയ്യുന്നത്, വേഗം വീട്ടിൽ വരണം, ഒരു കുഴപ്പത്തിനും പോറ്. പക്ഷേ ഇപ്പം അച്ഛൻ എന്നോടൊന്നും ചോദിക്കുന്നില്ല. ഞാൻ വിളിച്ചാലൊട്ട് ഫോണും എടുക്കുന്നില്ല. എൻ്റെ സുമേഷേ, അച്ഛൻ മരിച്ചിട്ട് ഇപ്പം 5-6 മാസമായില്ലേ. കൂടെയുള്ളവർ ഒരാളും എന്നും ഉണ്ടാവില്ല. നീ അത് വിട്. പിന്നെ എല്ലാ അച്ഛന്മാരും മക്കൾ നന്നാവാൻ അങ്ങനെയൊക്കെ പറയും. ഏതായാലും നിന്നോടൊരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാനിപ്പം വന്നത്. നീ മുമ്പ് കോറോത്തെ അരവിന്ദാട്ടൻ്റെ കയ്യിൽ ഒരു തോട്ടത്തിലെ സൂപ്പർവൈസറുടെ ജോലിക്ക് അപേക്ഷിച്ചിട്ടില്ലേ? മൂപ്പർ വന്നിട്ടുണ്ട്. അത് ശരിയായി. നിന്നെ അർജൻറ്റായി കാണണമെന്ന് പറഞ്ഞു. തുടക്കത്തിൽ ഒരു 20,000 ഉറുപ്പ്യ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും ഒക്കെ കിട്ടും. അച്ഛനുള്ളേരെ ഗുണദോഷിക്കുന്ന ഒന്നും അവന് പിടിക്കൂലേനു. അച്ഛൻ പോയപ്പോ ആ ഉപദേശം എല്ലാം നിന്നേരാ അവന് മനസ്സിലായത്. അതിന്റെ എല്ലാം വില.
പിന്നെ ഇപ്പം കുറേ ആയി അച്ഛൻ പണ്ട് പറയുന്നെല്ലാം ചെവിന്ന് എപ്പം കേൾക്കുന്ന പോലെ. ഈ അരവിന്ദേട്ടൻ അച്ഛന്റെ പണ്ടേ ഉള്ള ചങ്ങായിയാണ്. ഇവൻ എന്തെങ്കിലും ഒരു പണിയാക്കി നാട്ടിൽ നിന്ന് കൊണ്ടുപോകണമെന്ന് ഓരോട് എപ്പോഴും പറയേനു. ഓർക്കാട പേട്ടക്ക് എസ്റ്റേറ്റിൽ ഉള്ളതല്ലേ. നാട്ടിൽ നിന്ന ചെറുപ്പക്കാരിലെല്ലാം വൈതെറ്റിപ്പോവും. എന്തെന്നാണ് എപ്പം നോക്കുമ്പോ പാർട്ടിയും അടിയും പിടിയും കള്ളുകൂടിയും. മർമരം പോലെന്നിൽ സാന്ദ്രമാം പുഞ്ചിരി മിന്നി നിൽക്കേ നഷ്ടമായി തീർന്നൊരൻ ജീവിതയാത്രയിൽ നെഞ്ചകം വേവുന്ന നോവാണച്ചൻ. ഒരു കുഞ്ഞു തെന്നലിൻ മർമരം പോലെന്നിൽ സാന്ദ്രമാം പുഞ്ചിരി മിന്നി നിൽക്കേ നഷ്ടമായി തീർന്നൊരൻ ജീവിതയാത്രയിൽ നെഞ്ചകം വേവുന്ന നോവാണച്ചൻ. ആളുന്ന വേദനകളെല്ലാം ഒളിപ്പിച്ചു നറുപുഞ്ചിരിപ്പൂ നിറച്ചു ചുണ്ടിൽ. ആളുന്ന വേദനകളെല്ലാം ഒളിപ്പിച്ചു നറുപുഞ്ചിരിപ്പൂ നിറച്ചു ചുണ്ടിൽ. പിച്ച നടക്കുവാൻ കുഞ്ഞു കരമേന്തി പിച്ച വച്ചങ്ങു നടന്ന